ഹാജർ നിരയൊക്കെ വളരെ നല്ലതാണ്. ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച ഓടിച്ച 93.7% വണ്ടികൾ നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രിപ്പുകൾ നമുക്ക് ഓടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6.8% മാത്രമേ കുറവ് വന്നുള്ളൂ. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇന്നത്തെ ദിവസമായിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കാതെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും രാഷ്ട്രീയം നോക്കാതെ സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെ സന്തോഷവും അവരോട് പ്രത്യേകമായ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് KSRTCയോടും കാണിച്ച പ്രതിബദ്ധത, ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ കാണിച്ച ആത്മാർത്ഥത, അതുപോലെ തന്നെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട്, പൊതുയാത്രാ സംവിധാനം ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളോട് KSRTCയിലെ മറ്റ് സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ജീവനക്കാർ കാണിച്ച ഒരു മാന്യതയിലും അവരോട് നന്ദി അറിയിക്കുകയാണ്. ചില ബസ്സുകൾ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നൊക്കെ വാർത്തകൾ ഉണ്ട്. അതെ, അത് സത്യമാണ്. അത് വാർത്തകൾ കറക്റ്റാണ്. കാരണം ബസ്സുകൾ ഏതാണ്ട് 7-8 ബസ്സോളം കൊട്ടാരക്കരയിൽ ഡാമേജ് ആക്കി. അത് ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി. കാരണം ബസ് സ്റ്റേഷൻ്റെ പുറത്ത് കിടന്ന വണ്ടികളല്ല ഡാമേജ് ആക്കിയത്. ബസ് സ്റ്റേഷൻ്റെ റോഡിൽ പാർക്ക് ചെയ്യുന്ന ഒരു വണ്ടിക്കും ഡാമേജ് ഇല്ല. ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി അവിടെ തന്നെ ഉള്ള ആളുകളായിരിക്കും, അല്ലാതെ അവിടെ ക്യാമറ ഇല്ലാന്ന് സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണക്കാർക്ക് ഈ വയറ് വലിച്ചു പൊട്ടിച്ചിട്ടൊരു കാര്യമില്ല. ഇന്നത്തെ സമരം വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രിപ്പുകളെല്ലാം ഓടും എന്ന് കണ്ടപ്പോൾ ചില ആളുകൾ അതൊരു അക്രമ പ്രവർത്തനമായിട്ട് വണ്ടി പൊതുമുതൽ നശിപ്പിച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള കേസെടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം തുടങ്ങി, പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. FIR ഇട്ട് DYSPയുടെ നേതൃത്വത്തിൽ ഞാൻ നേരിട്ട് DGP ആയിട്ടും മറ്റും സംസാരിച്ചിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതോടൊപ്പം KSRTC ജീവനക്കാരാണ് ചെയ്തതെങ്കിൽ അവരെ പിരിച്ചുവിടും. ഈ താൽക്കാലിക ജീവനക്കാരിൽ നിന്ന് ജോലിയുടെ ഭാഗമായിട്ട് അത് നിയമവിരുദ്ധമാണ്? ഇല്ല, മാക്സിമം ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ മാക്സിമം വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട്. നിയമവിരുദ്ധമൊന്നുമില്ല. KSRTC ബദലി എന്ന സംവിധാനം വരേണ്ടവർ വന്നില്ലെങ്കിൽ ബദലി എടുക്കാനായിട്ട് കോടതി ഉത്തരവുള്ളതാണ്. നിയമലംഘനമൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. എന്തെങ്കിലും ഇത് നശിപ്പിക്കാൻ, ഈ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ, ഇത് കരകയറണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഇത് നശിപ്പിക്കാനുള്ള ചില വാർത്തകളാണ്. അതിനെയൊന്നും അത്തരം വാക്കുകളെയും അത്തരം ശബ്ദങ്ങളൊന്നും ദയവ് ചെയ്ത് മുഖവിലേക്ക് എടുക്കാതിരിക്കുക. ഇതിനെ ഒറ്റക്കെട്ടായി നിന്ന് ഒന്ന് രക്ഷിച്ചെടുക്കണം. ഇത് KSRTCയുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് KSRTC നന്നായിരിക്കണമെന്നുള്ളത്. അത് പൊതുവികാരമാണ്. അത് അടച്ചുപൂട്ടുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 8 വർഷമായി ഈ സമരക്കാർ പറയുന്നത് ഞാൻ കേട്ടു TV-യിൽ. ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ 8 വർഷമായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് KSRTCക്ക് സർക്കാർ നൽകിയിട്ടുള്ളത് 10,000 കോടി രൂപയാണ്. 10,000 കോടി രൂപയാണ് KSRTC നിലനിൽപ്പിന് വേണ്ടി. എല്ലാ മാസവും സാധാരണക്കാരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാവുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് KSRTCയിൽ. അവർക്കുള്ള പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഖജനാവിയിൽ നിന്ന് പൂർണ്ണമായും കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ആണ് അവർ കൊടുക്കുന്നത്. 12 മാസം കൂടുമ്പോൾ പലിശ സഹിതം ഗവൺമെൻറ് തിരിച്ചടയ്ക്കാൻ. ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് അത്രയും പണം ഒരുമിച്ചെടുക്കാനില്ലാത്തതുകൊണ്ട് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമാണ്. ഇതൊന്നും മറന്ന് സംസാരിക്കരുത്. 50 കോടി രൂപ ഒരു മാസം ശമ്പളം നൽകാൻ തന്നെ KSRTCക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടും ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി സർക്കാർ 8 വർഷമായി എന്ത് ചെയ്തു എന്നൊരു നേതാവ് ഇപ്പം TV-യിൽ ഒരു ചാനൽ കണ്ടപ്പോൾ അതിനകത്ത് ചോദിക്കുന്നത് കേട്ട്. അയാൾക്ക് ലജ്ജയില്ലെങ്കിലും നമുക്ക് കേൾക്കുന്നവർക്കൊരു ലജ്ജയില്ലേ? ഇത് 10,000 കോടി രൂപ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് കൊടുത്ത ഏത് സംസ്ഥാനം ഇന്ത്യയിലുണ്ട്? 8 വർഷം കൊണ്ട് 10,000 കോടി രൂപ ഒരു പൊതുഗതാഗത സംവിധാനത്തെ, ഇത്രയും ജീവനക്കാരെ, 23,000 ജീവനക്കാരെ നിലനിർത്താനും ഈ ഒരു സംവിധാനം നിലനിർത്താൻ വേണ്ടി കൊടുത്ത ഏത് സർക്കാർ ഈ രാജ്യത്തുണ്ട്? നമ്മളെല്ലാത്തിനും ഒരു എന്ത് കള്ളവും, നട്ടാക്കുരുക്കാത്ത എന്ത് കള്ളവും ജനങ്ങൾ മുമ്പ് അവതരിപ്പിക്കാം എന്ന് പറയുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി നശിപ്പിച്ച, ഒരു 8 വണ്ടികൾ നശിപ്പിച്ച ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനെ കുറിച്ച് ആരെങ്കിലും ഒരാൾക്ക് നല്ല അഭിപ്രായമുണ്ടോ? ഈ സമരത്തിന് ആഹ്വാനം ചെയ്യാൻ നേതാക്കൾക്കുണ്ടോ? ഞാൻ KSRTC CMDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ സമരത്തിന് ആഹ്വാനം ചെയ്യുകയും സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. സമരം ചെയ്തു തന്നെയാണ് നമ്മൾ പലതും നേടിയത്. അത് നല്ല കാര്യം. സമരം ചെയ്യുന്നത് തെറ്റേയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തും. ആരാണോ നോട്ടീസ് തന്നിട്ടുള്ളത് അവർക്ക് ഞങ്ങൾ നാളെ നഷ്ടപരിഹാരത്തിനുള്ള നോട്ടീസ് കൊടുക്കും. ഞങ്ങൾ സമരം ചെയ്യുന്ന നോട്ടീസ് നമ്മൾ അംഗീകരിച്ചു. സമരത്തെ അടിച്ചമർത്താനോ ഉപദ്രവിക്കാനോ ഒന്നും പോയിട്ടില്ല. യാതൊരുവിധ അക്രമത്തിനോ നമ്മൾ പോലീസിനെ ഉപയോഗിച്ച് അവരെ ഉപദ്രവിക്കുക ഒന്നും ചെയ്തിട്ടില്ല. മാനേജ്മെൻറ്റ് വണ്ടികൾ ഓടിച്ചു. ഹാജരായ ജീവനക്കാരെ വെച്ചുകൊണ്ട് അന്തസ്സായിട്ട് കേരളത്തിൽ വണ്ടി ഓടിച്ചു. ആ ജീവനക്കാർ ആത്മാർത്ഥമായ സഹകരണം, വന്നവരുടെ സഹകരണം ഉണ്ടായി. ബദലി ജീവനക്കാരെ ഉപയോഗിച്ചും വണ്ടി ഓടിച്ചു. പക്ഷേ സമരം ചെയ്യുമ്പോൾ പിന്നെ ബദലി ജീവനക്കാർ നിയമവിരുദ്ധമാണെന്നൊക്കെ പറയുന്നവണ്ടെ കേട്ടിട്ട് ആരും വരണ്ട കേട്ടോ, എല്ലാം അടച്ചിട്ടേക്കാം എന്നും പറയാൻ സർക്കാരിന് പറ്റില്ല. പിന്നെ ആ വണ്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വണ്ടി കളക്ഷൻ കിട്ടാൻ ഒരു ഉദാഹരണം, തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ എന്ന വണ്ടിയാണ്. ഒരു ദിവസം ആ വണ്ടിക്ക് ഏതാണ്ട് 5,000-6,000 രൂപ ലാഭമുണ്ട്. ഓടി തിരിച്ചു വരുമ്പോൾ 5,000 രൂപ ലാഭം കൊണ്ടുവന്ന വണ്ടിയാണ് ശരാശരി. ആ വണ്ടി ഓടായിരുന്നെങ്കിൽ ആ വണ്ടിക്ക് വന്ന ഡാമേജ് മാത്രമല്ല, ആ വണ്ടി ഓടായിരുന്നതിൻ്റെ നഷ്ടപരിഹാരം കൂടി തരേണ്ടി വരും.
സമരം ചെയ്യുമെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ ഹാജരാകില്ല, വണ്ടി ഓടിക്കില്ല, ഞങ്ങൾ വണ്ടി നശിപ്പിക്കും എന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടില്ല. അതൊരു ശരിയുള്ള കാര്യമല്ല. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരുപാട് കാലം മാറി, നമ്മുടെ ജനങ്ങൾ ഒരുപാട് മാറി, വിദ്യാസമ്പന്നരാണ്, അവർ അഡ്വാൻസ്ഡ് ആയിട്ട് ലോകത്തെ കാണുന്നവരാണ്. അവരെ മുമ്പിൽ ഇത്തരം പരിഹാസ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല കാര്യത്തിൽ. അതിന് എന്ത് ബഹളം ഉണ്ടാക്കിയാലും അതിനകത്ത് കർശനമായ നടപടിയായിരിക്കും.